നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50-ലധികം സീറ്റുകളിൽ മത്സരിക്കാൻ 2020 മുന്നൊരുക്കം പൂർത്തിയാക്കാൻ പ്രവർത്തകർക്ക് ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് നിർദ്ദേശം കൊടുത്തു. സ്ഥാനാർത്ഥി നിർണ്ണയം ഏകദേശം പൂർത്തിയാക്കിയെന്നാണ് സാബു എം ജേക്കബ് 24-നോട് പറഞ്ഞത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഇത്തവണ ഞങ്ങൾ മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അടുത്ത നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. ഞങ്ങൾ എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം 140 മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്നാണ്. പക്ഷെ പ്രായോഗികമായിട്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും 50-ൽ കുറയാത്ത സ്ഥാനാർത്ഥികൾ 2020-യുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരരംഗത്തുണ്ടാവും. കൊച്ചിയിൽ നിന്നും ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ലാൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു ലീഡിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശക്തമായ മുന്നേറ്റം നൽകാമെന്ന തീരുമാനത്തിൽ 2020 എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 50-ലധികം സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരത്തിനൊരുങ്ങുക എന്നുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറെടുപ്പ്. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സാബു എം ജേക്കബ് തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് എറണാകുളം ജില്ലയിലെ പല സീറ്റുകളിലും 2020 സാന്നിധ്യമുണ്ടായിരുന്നു. പല സീറ്റുകളിലും വിജയിയെ തീരുമാനിക്കുന്ന രീതിയിൽ പോലും വോട്ടുകൾ സ്വാധീനിക്കാൻ 2020 കഴിഞ്ഞിരുന്നു. അതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് മറ്റ് പല ജില്ലകളിലടക്കം വിവിധ സീറ്റുകളിലായിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങാമെന്ന തീരുമാനത്തിലേക്ക് നിലവിൽ 2020 എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവിധ മേഖലകളിലുള്ള പ്രവർത്തകരോട് സജ്ജരായിരുന്നു കൊള്ളാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. മാത്രമല്ല സ്ഥാനാർത്ഥികൾ ആരെ ഏത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി നൽകുന്നുണ്ട്. അതായത് റിസർച്ചിലൂടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ പ്രഖ്യാപിക്കാനും വലിയ താമസമില്ല എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വേണ്ടി വന്നാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് 2020 അറിയിച്ചിരിക്കുന്നത്. അത് ശക്തമായ സാന്നിധ്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യം കൂടി 2020-യുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള സാബു എം ജേക്കബ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.